ഒക്കെ പായസവും അതിന്റെ ഇതാണ് വേണ്ടത്. അല്ലല്ല, ഇത് ദുബായിലെ. ബൈ ബൈ അമ്മി, ബൈ ബൈ അമ്മി, അമ്മി ബൈ ബൈ. അമ്മയുടെ കമ്മലാണ് പറിച്ചോളാൻ പയ്യുന്നു. മുടി അമ്മ കമ്മല് കണ്ട, കമ്മല് കണ്ട, അമ്മ കമ്മ കണ്ട, അമ്മ കമ്മ അമ്മയില്ല. അമ്മ കണ്ട അപ്പുറത്തായിരുന്നു. മുന്നേ അമ്മ അവിടെ ആരാണെന്നോ നമ്മളെ പോലെ അന്ന് വന്ന ഫ്രഷ്, അന്ന് നമ്മൾ വന്ന പോലെ ആദ്യമായിട്ട് വരുന്ന കാര്യം. ആമി ആയ സമയത്ത്, അതായത് ആമി ഗർഭിണിയായ, ആമിയെ ഗർഭിണിയായ സമയത്ത് അവിടെയാണ്. ആമിയെ ഞാൻ ഗർഭിണിയായ നിന്റെ ബർത്ത്ഡേ, അതായത് 2 വർഷത്തിന് മുന്നേ നിന്റെ ബർത്ത്ഡേക്ക് ഇവിടെ ആയിരുന്നു. 2 വർഷമായി. പക്ഷേ രസമായിരുന്നു. സമയമില്ലാത്ത ജീവിതവും അതിന്റെ ഓർക്കുമ്പോ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, ഒരു രസമായിട്ട് തോന്നുന്നു. അങ്ങനെയൊക്കെയാന്നല്ലോ ചിലപ്പോ പറയല്ലേ നമ്മളെ നോവുള്ള ഒരു പിന്നെ അനുഭവം എന്നൊക്കെ പറയും. ആകെ ടൈം ഇല്ലാന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു. അതെ, പക്ഷെ രണ്ടുപേരുടെ ഒന്നിച്ച് കിട്ടുന്ന സമയം ഞങ്ങള് ഒന്നിച്ച് പുറത്തുപോയി ഫുഡ് കഴിക്കും. ചായ, അതൊക്കെയാണ് കോമഡി. ഇറച്ചി വാങ്ങിക്കും അല്ലെങ്കിൽ ബീഫ് വാങ്ങിക്കും. എന്നിട്ട് ഈ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു 3-4 മണിക്കൂർ വേണം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ സാധനം ഉണ്ടാക്കാൻ നിൽക്കുള്ളൂ. ബിരിയാണി, അത് മറ്റേ ഷാൻജിയുടെ ബിരിയാണി എനിക്ക് ഉണ്ടാക്കാൻ നോക്കണം. ഇവിടെ രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങിയ വൈകുന്നേരം 4 മണിയാകുമ്പോൾ തിരിച്ചു. പക്ഷെ പുള്ളിക്കാരന്റെ വീഡിയോയിൽ പെട്ടെന്ന് കഴിയും. പുള്ളി പറയണ 5 മിനിറ്റ് കൊണ്ട് പറയാം. അതിന് നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് കേട്ടാണ് അത് പഠിച്ചെടുക്കുന്നത്. ഒരു കാലം സത്യം. എന്നിട്ട് അവരൊക്കെ വന്നിട്ട് ഇതൊരിക്കലും തീർന്നില്ലേ അപ്പുറത്തെ വീട്ടിലുള്ളത്. ഇത് കുറെ നേരം ആയല്ലേ. എന്നിട്ട് കോമഡി അതല്ല, അത് കഴിഞ്ഞിട്ട് എന്നാ അത് കഴിക്കോ ഇല്ല. ഇവിടെ രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങിയ വൈകുന്നേരം 4 മണിയാകുമ്പോൾ തിരിച്ചു.